ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഒടുവിൽ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. അതാണ് ഇന്ന് മുഖ്യ വാർത്തയായി വന്നിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളുടെയും മുഖ്യവാർത്ത അതായിരിക്കാനാണ്. ഏപ്രിൽ 7-ാം തീയതി 16ാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. മെയ് 12-നാണ് അത് അവസാനിക്കുക. ദീർഘമേറിയ ഒരു പ്രക്രിയയാണ്. ഒരു മാസത്തിലധികം, ഒരു മാസവും 5 ദിവസവും നീണ്ടു നിൽക്കുന്ന ദീർഘമേറിയ ഒരു പ്രക്രിയയിലേക്കാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് ഉപഭൂഖണ്ഡത്തോളം വലിപ്പമുള്ള നമ്മുടെ മഹാരാജ്യം സഞ്ചരിക്കാൻ പോകുന്നത്. 9 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ വലിയൊരു റെക്കോർഡ് തന്നെയാണ് ഈ ഘട്ടങ്ങളുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന വർധനവ്. 9 ഘട്ടങ്ങളിലായി ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിലും യു പിയിലും 6 ദിനങ്ങളായാണ് വോട്ടെടുപ്പ് നടക്കുക. വലിയ സംസ്ഥാനങ്ങളാണവ. വോട്ടെണ്ണൽ മെയ് 16-ന് ഒറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കും. കേരളത്തിൽ ഏപ്രിൽ 10-ന് വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. ആർക്കും വോട്ടില്ല ബട്ടൺ ആദ്യമായി അവതരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പും ഇതുതന്നെയാണ്. വോട്ടെടുപ്പിൻ്റെ ആദ്യ ദിനം മുതൽ വോട്ടെണ്ണൽ വരെ മൊത്തത്തിൽ 39 ദിവസത്തെ ഗ്യാപ്പുണ്ട്. വോട്ട് ചെയ്ത് ഫലമറിയാൻ മലയാളിക്ക് 36 ദിവസം, ഒരു മാസവും 6 ദിവസവും കാത്തിരിക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ. മലയാള മനോരമ ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നത് കാണുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏപ്രിൽ 10-ന്. ജോമി തോമസ് അത് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം: 16ാം ലോക്സഭയിലേക്ക് ഏപ്രിൽ 7 മുതൽ മെയ് 12 വരെ 9 ദിവസങ്ങളിലായി വോട്ടെടുപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ദില്ലിയിലും ജനവിധി ഏപ്രിൽ 10-ന്. എല്ലാ മണ്ഡലങ്ങളിലും മെയ് 16-ന് വോട്ടെണ്ണും. തെലുങ്കാനയും സീമാന്ധ്രയുമായി വിഭജിക്കുന്ന ആന്ധ്രാപ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തെരഞ്ഞെടുപ്പ് ഒപ്പത്തിനൊപ്പം ഒന്നിച്ച് നടക്കുകയും ചെയ്യും എന്നാണ് ഈ വാർത്തയിൽ മലയാള മനോരമ പറയുന്നത്. മലയാള മനോരമ വോട്ട് നടക്കുന്നതിൻ്റെ ലോക്സഭയിലേക്ക് ഏപ്രിൽ 7-ന് അസമിലെ 5 മണ്ഡലങ്ങളിലും എത്രയെത്ര മണ്ഡലങ്ങൾ എത്രയൊക്കെ ദിവസങ്ങളിലായി വോട്ടെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്ന വിശദാംശങ്ങളും ഈ വാർത്തയിൽ മലയാള മനോരമ സവിസ്തരമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറയാം. ദേശാഭിമാനിയുടെ ഒന്നാമത്തെ വാർത്ത, ലീഡ് വാർത്തയും ഇതുതന്നെയാണ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. കേരളത്തിൽ 15-ന് വിജ്ഞാപനം, 22 വരെ നാമനിർദ്ദേശ പത്രിക, 24-ന് സൂക്ഷ്മ പരിശോധന, 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 16-ന്. 81.4 കോടി വോട്ടർമാരാണ് ഇത്തവണ ഇന്ത്യയിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നത്. കേരളത്തിൽ ഏപ്രിൽ 10-ന് തെരഞ്ഞെടുപ്പ് എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് ഇത്തവണ മുന്നണികളുടെ തയ്യാറെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ ഇത്തവണ മുന്നണികളുടെ തയ്യാറെടുപ്പ് എവിടെ വരെയായി? മലയാള മനോരമ അതേ സംബന്ധിച്ച് കൗതുകരമായ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കരുത്തറിയിക്കാൻ പാർട്ടി അധ്യക്ഷന്മാർ, കരുത്തനാകാൻ അവസരം തേടി VS അച്യുതാനന്ദൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതേയുള്ളൂ. VS അച്യുതാനന്ദൻ വാർത്താ താരമായി മനോരമയുടെ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇരു മുന്നണികളിലെയും അങ്കലാപ്പും സന്ത്രാസങ്ങളും അതിൻ്റെ ഉള്ളറ രഹസ്യങ്ങളുമൊക്കെ ആവിഷ്കരിക്കുന്ന ആ വാർത്ത മലയാള മനോരമ അതിൻ്റെ വർത്തമാനം പേജിൽ ഇങ്ങനെ തരുന്നു: സുധീരനും പന്ന്യനും അധ്യക്ഷ പദവിയിൽ. ആദ്യ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് അധ്യക്ഷ പദവിയിൽ വെച്ച് നടത്തുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. പാർലമെൻ്ററി രംഗത്തേക്ക് കടക്കാൻ പിണറായി വിജയൻ. വിജയം തേടി ഉമ്മൻചാണ്ടി രമേശ് സഖ്യം. ഈ നിലയ്ക്കാണ് വാർത്ത നമുക്ക് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിളംബരമായപ്പോൾ VSലേക്കും VMലേക്കും, VS എന്ന് പറയുമ്പോൾ VS അച്യുതാനന്ദൻ, VM സുധീരൻ, അത്തരമൊരു പ്രയോഗം കൂടി മനോരമ കൊണ്ടുവന്നിരിക്കുന്നു. തുടർ ദിവസങ്ങളിൽ മനോരമ ആവർത്തിച്ച് ഈ പ്രയോഗവുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിളംബരമായപ്പോൾ VSലേക്കും VMലേക്കും ഇക്കുറി ശ്രദ്ധ ഒരുപോലെ തിരിയാൻ സാധ്യത കൂടുതലാണ്. VSനെ പാർട്ടിക്കും പൊതുവേ വേണ്ട. എങ്കിലും
സ്ഥാനാർത്ഥികൾക്ക് കൂടിയേ തീരൂ എന്നതാണ് പതിവ്. പാർട്ടിയുടെ ക്രോധമെല്ലാം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഈ സമയത്തും ആ ട്രെൻഡ് മാറ്റാൻ സാധ്യത കുറവാണ്. കേരള രക്ഷാമാർച്ചിന് പിണറായിയുടെ ഫ്ലക്സാണ് നാടെങ്ങും ഉയർന്നത് എങ്കിൽ ആ സ്ഥാനം ഇനി VS കവരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന നിലയ്ക്ക് VS വേഴ്സസ് പാർട്ടി എന്ന ഡൈക്കോട്ടമി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും മലയാള മനോരമ ഈ വാർത്തയിലൂടെ. എന്നാൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ താവളം കാണുക. പറ്റിയ സമയത്താണ് സുധീരൻ KPCC പ്രസിഡൻ്റായത് എന്ന് വിചാരിക്കുന്നവർ കോൺഗ്രസിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ നല്ല നേട്ടം UDFും കോൺഗ്രസും ഉണ്ടാക്കിയാൽ അതിൻ്റെ ക്രെഡിറ്റ് ന്യായമായും സുധീരൻ്റെ പുതിയ നേതൃത്വത്തിന് അവകാശപ്പെടാം. ആ പ്രതിച്ഛായ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു എന്ന് വ്യാഖ്യാനമുണ്ടാകാം. മോശമായാലോ ഇപ്പോൾ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ എന്ന ഇളവും അദ്ദേഹത്തിന് ലഭിക്കും. രണ്ടായാലും VM സുധീരന് ഈ കേസിൽ ലാഭമാണ് എന്ന് പറയുമ്പം VS VM എന്ന നിലയ്ക്ക് വാർത്തകൾ മറിയാൻ പോകുന്നു എന്ന സൂചന സ്പഷ്ടമായും തന്നിരിക്കുന്നു ഈ വാർത്തയിൽ മലയാള മനോരമ. കേരളത്തിൻ്റെ നിഷേധ വോട്ട് ബട്ടണിൽ ഇവരിൽ ആരുമല്ല എന്നായിരിക്കും രേഖപ്പെടുത്തുക. ആദ്യമായാണ് നിഷേധ വോട്ടിന് ഒരു ബട്ടൺ വരുന്നത്. ആ ബട്ടണിൽ എഴുതിയിരിക്കുന്നത് ഇവരിൽ ആരുമല്ല എന്ന കാര്യവും മനോരമ ഈ വാർത്തയിൽ എവിടെയോ നമുക്ക് തരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്ത എല്ലാ പത്രങ്ങളും അഖിലേന്ത്യാ നിലവാരത്തിൽ പ്രമുഖ വാർത്തയായിരിക്കാൻ ഇടയുള്ള ഇന്ന് മംഗളം കാണുക. മംഗളത്തിന് മാത്രമാണ് വ്യത്യസ്തമായ ഒരു ലീഡ് വാർത്ത ഇന്ന് തരാനായത്. മംഗളത്തിലെ ആ ലീഡ് വാർത്തയുടെ സവിശേഷത ഭരണമുന്നണി മാറാൻ വലിയ ഓഫർ മാണിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നു ഇടതു മുന്നണി എന്നാണ് മംഗളം നിരീക്ഷിക്കുന്നത്. ആ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് കാണുക. 2 സീറ്റ് മുഖ്യമന്ത്രി സ്ഥാനം, അതാണ് മംഗളം ലീഡാക്കിയിരിക്കുന്നത്. 2 സീറ്റും 2 പാർലമെൻറ്റ് സീറ്റ്, അതായത് കോട്ടയം ഇടുക്കി. മുഖ്യമന്ത്രി സ്ഥാനം KM മാണിക്ക്. മുന്നണി വിടാൻ മാണിക്ക് വൻ ഓഫർ. PJ ജോസഫിന് മന്ത്രിസ്ഥാനം. ചുക്കാൻ പിടിക്കുന്നത് കോടിയേരി. PC ജോർജിനെ സ്വീകരിക്കുന്നതിലും എതിർപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം KM മാണിക്ക് എന്ന ഒരു നിലപാട്, മംഗളം എടുത്തിരിക്കുന്ന നിലപാട് അത്രമാത്രം വിശ്വാസയോഗ്യമായി മലയാളിക്ക് തോന്നാൻ ഇടയില്ല. സ്വന്തം ലേഖകൻ തിരുവനന്തപുരത്ത് നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം: UDF വിട്ട് LDF പാളയത്തിലേക്ക് ചാടാൻ കേരള കോൺഗ്രസ് എമ്മിന് വമ്പൻ ഓഫർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റും KM മാണിക്ക് മുഖ്യമന്ത്രി സ്ഥാനവും PJ ജോസഫ് ഉൾപ്പെടെയുള്ളവർക്ക് മന്ത്രിസ്ഥാനവുമാണ് വാഗ്ദാനം. CPM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ ഉപനേതാവുമായ കോടിയേരി ബാലകൃഷ്ണനാണ് ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത്. PJ ജോസഫ് ഉൾപ്പെടെയുള്ള പഴയ ജോസഫ് ഗ്രൂപ്പുകാർ ഈ ഓഫറിനോട് അനുകൂലമായി ആണ് പ്രതികരിച്ചിരിക്കുന്നത്. എങ്കിലും KM മാണി ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല എന്നുകൂടി ഈ വാർത്തയിൽ പറയുന്നു. കേരള കോൺഗ്രസിൻ്റെ ഉന്നതാധികാര യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധിപ്പിച്ച് നടക്കുന്ന, ഇന്ന് തന്നെയാണ് മംഗളത്തിൻ്റെ വാർത്തയും വരുന്നത്, നടക്കുന്ന അന്തർഗതങ്ങൾ എന്ത് എന്ന കാര്യം നമുക്ക് ആലോചിക്കാം. ഏതായാലും ഇതേ സംബന്ധിച്ച് നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതേ സംബന്ധിച്ചുള്ള നിജസ്ഥിതി വെളിവാക്കപ്പെടുകയും ചെയ്യും. മെട്രോ വാർത്തയും വ്യത്യസ്തമായൊരു വാർത്തയും തന്നിട്ടുണ്ട്. ലീഡ് വാർത്ത മെട്രോ വാർത്തയും തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് തന്നതാണെങ്കിലും ഒന്നാം പേജിൽ മെട്രോ വാർത്തയുടെ 1-ാം പേജ് കാണുക. കസ്തൂരി രംഗൻ ജോസഫിൻ്റെ അന്ത്യശാസനം എന്ന നിലയ്ക്കൊരു വാർത്ത നമ്മെ തേടി വരുന്നു. മന്ത്രിസഭാ യോഗം ജോസഫ് ബഹിഷ്കരിച്ചു. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം കൂടുമ്പോൾ ഒരു അന്ത്യശാസനം ജോസഫ് നൽകുന്നു എന്ന നിരീക്ഷണം മെട്രോ വാർത്ത മുന്നോട്ട് വയ്ക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം: കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ പേരിൽ UDFിനോട് വഴിപിരിയാൻ ജോസഫ് ഗ്രൂപ്പ് തയ്യാറെടുത്തതോടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലായി. ഇന്നലത്തെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ച മന്ത്രി PJ ജോസഫ് സർക്കാരിന് പുതിയ അന്ത്യശാസനവും നൽകി എന്ന് പറയുമ്പോൾ മെട്രോ വാർത്തയുടെയും മംഗളത്തിൻ്റെയും ഈ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ചേർത്ത് വെച്ചാൽ ഏതൊക്കെയോ നിലവാരത്തിലുള്ള അന്തർനാടകങ്ങൾ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് നിരൂപിക്കാവുന്നതാണ്. അത് ഏതായാലും കേരള കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതിയുടെ യോഗം ചേർന്ന് കഴിയുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. അതായിരിക്കും ഒരുപക്ഷെ നാളത്തെ പ്രധാനപ്പെട്ട വാർത്തയായി പത്രലോകം നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്നും ആലോചിക്കുന്നതിൽ തെറ്റില്ല. അമൃതാനന്ദമയി മഠത്തെ സംബന്ധിച്ച
ആരോപണങ്ങളെ സംബന്ധിച്ച വാർത്തകൾ, തുടർ വാർത്തകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് എന്ന് നമുക്കറിയാം. അതേ സംബന്ധിച്ച് ഏറ്റവും പുതിയ വാർത്ത ദേശാഭിമാനിയുടെ അവസാന പുറം ഇന്ന് സചിത്രമായി നമുക്ക് തന്നിരിക്കുന്നു. മറ്റു പത്രങ്ങളും ആ വാർത്ത നമുക്ക് തരുന്നുണ്ട്. മംഗളം ദേശാഭിമാനിയെ പോലെ തന്നെ അതിൻ്റെ അവസാന പുറത്താണെന്ന് തോന്നുന്നു വളരെ വിശാലമായി ആ വാർത്ത ഇന്ന് അച്ചടിച്ചിട്ടുണ്ട്. കേരളകൗമുദിയുടെ ആ വാർത്ത കാണുക. അമൃതാനന്ദമയി മഠം ആരോപണങ്ങൾ കടിപ്പിച്ച് ഗെയിൽ എന്ന സന്യാസിനി, മുൻ അമൃതാനന്ദമയി ശിഷ്യ, അവരൊന്നും അവരുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല എന്നു മാത്രമല്ല കൂടുതൽ വെളിവാക്കലിലേക്ക് അവർ സഞ്ചരിക്കുന്നു. കൂടുതൽ വെളിവാക്കലിലേക്ക് സഞ്ചരിക്കുന്നു എന്നതുകൊണ്ടും തീർന്നില്ല. ഈ കാര്യങ്ങൾക്കൊക്കെ ഫലപ്രദമായ മറുപടി തൻ്റെ പക്കൽ ഇപ്പോഴും ഉണ്ടെന്നും വേണ്ടി വന്നാൽ തെളിവുകളുണ്ട് എന്നുവരെ അവർ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ താമസിക്കുന്ന ഗെയിൽ പിന്നോട്ടു പോകാൻ തയ്യാറേയല്ല. അതാണ് അമൃതാനന്ദമയി മഠം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിൻ്റെ വിശദാംശങ്ങൾ ദേശാഭിമാനി തരുന്നത് കാണുക. മാതാ അമൃതാനന്ദമയി പ്രമുഖ ശിഷ്യരുമായി വഴിവിട്ട ബന്ധത്തിൽ ഏർപ്പെടുന്നത് നേരിൽ കണ്ടു എന്ന് മുൻ ശിഷ്യ ഗെയിൽ ട്രെഡ്വെല്ലിൻ്റെ വെളിപ്പെടുത്തൽ കൈരളി TV ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിലാണ് ആ വെളിപ്പെടുത്തൽ. കൈരളി TV ഇന്നലെ നിർലോഭം അത് പ്രകാശിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ രണ്ടാം ഭാഗം, ആ ഇൻ്റർവ്യൂവിൻ്റെ റോക്കിംഗ് എന്ന് പറയാവുന്ന ഭൂമി കുലുക്കുന്ന ആ ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് കൈരളി TV പീപ്പിള് പുറത്തേക്ക് വിടുന്നുമുണ്ട്. അതേ സമയത്ത് തന്നെ മഠം വിട്ട ശേഷവും ഓസ്ട്രേലിയയിൽ ആശ്രമം സ്ഥാപിക്കാൻ $15,000 നൽകാമെന്ന് മഠം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ താൻ പണം വാങ്ങിയില്ല. ഗെയിൽ ട്രെഡൽ ഏതായാലും അമൃതാനന്ദമയിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ വിഹ്വലതകൾ മാത്രമാണ് എന്ന നിലയ്ക്ക് മഠം പറഞ്ഞുവെങ്കിലും ആസ്ട്രേലിയയിൽ തിരിച്ചു പോയതിനു ശേഷവും $15,000 ഓഫർ ചെയ്തുകൊണ്ട് ആസ്ട്രേലിയയിൽ മഠത്തിൻ്റെ ഒരു ബ്രാഞ്ച് ആരംഭിക്കാൻ ഗെയിലിനോട് അമൃതാനന്ദമയി തന്നെ നിർദ്ദേശിച്ചിരുന്നു എന്ന് പറയുമ്പം വ്യക്തിഗതമായ പടലപ്പിണക്കങ്ങളുടെ ഭാഗമായ ഒന്നുമല്ല ഗെയിൽ ആശ്രമം വിട്ടത് എന്ന് ഈ ഉദാഹരണം വ്യക്തമാക്കുന്നതായി ഈ ഗെയിൽ പറഞ്ഞു. തീർന്നില്ല. അമൃതാനന്ദമയിക്ക് വിശ്വാസികൾ കരുതുന്നത് പോലെ ഒരു ദിവ്യത്വവും ഇല്ലെന്നും അവർ കൈരളി TVയോട് പറഞ്ഞ കാര്യം ദേശാഭിമാനി ഇന്ന് പ്രമുഖമായി തന്നെ അതിൻ്റെ അവസാന പുറത്ത് തന്നിരിക്കുന്നു. മുഖ്യധാര മാധ്യമങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ദേശാഭിമാനിയും മംഗളവും വളരെ ലളിതമായി, ലളിതമായി നിറവേറ്റുന്നു. പോളിംഗ് വാർത്തകൾ കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട വാർത്ത സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച വാർത്തയാണ്. കസ്തൂരി രംഗൻ എന്ന പേര് ആവർത്തിച്ച് ലക്ഷം തവണ അച്ചടിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ വർത്തമാന പത്രങ്ങളും അതുപോലെ പറയേണ്ട അവസ്ഥയിലേക്ക് ദൃശ്യമാധ്യമങ്ങളും മാറുന്നത് മലയാളിയുടെ സവിശേഷമായ ചില സാഹചര്യങ്ങൾ മൂലമാണ്. കാണുക. ദീപിക, കൃഷിക്കാരുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നസ്രാണി ദീപിക കസ്തൂരി രംഗൻ റിപ്പോർട്ടിന് വേണ്ടി വലിയൊരു ഭാഗം ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് കരട് വിജ്ഞാപനത്തിന് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി വേണം. കരട് വിജ്ഞാപനം ഇറക്കാം ഓഫീസ് മെമ്മോറാണ്ടത്തിന് പിറകെ എന്നാണ് ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി അട്ടിപ്പേറായി കിടക്കുകയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോഴും ദില്ലിയിൽ. എന്നാൽ അതേ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, ഈ നിമിഷത്തിൻ്റെ വിവരം, വീരപ്പ മൊയ്ലി ഇപ്പോഴും തുല്യം ചാർത്തിയിട്ടില്ല ആ ഫയലിൽ. അതുകൊണ്ട് തന്നെ ഓഫീസ് മെമ്മോറാണ്ടം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഫയലിൽ വകുപ്പ് തല മന്ത്രി തുല്യം ചാർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അത് അയച്ചു കൊടുത്തിട്ടുമില്ല ഈ നിമിഷം വരെ. അങ്ങനെ വരുമ്പോൾ അയച്ചു കൊടുത്ത് കാര്യങ്ങൾ നടത്തി കരട് വിജ്ഞാപനത്തിന് രൂപം നൽകണമെങ്കിൽ അതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ മുൻകൂർ അനുമതി തേടിയിരിക്കണം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടിയാണ് രമേശ് ചെന്നിത്തല ദില്ലിയിൽ അട്ടിപ്പേറി കിടക്കുന്നത്. ഏതായാലും ആ വാർത്ത ദീപിക തരുന്നത് കാണുക. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കണമെങ്കിൽ ഇനി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി തേടേണ്ടി വരും എന്ന നിലയ്ക്കാണ് ഈ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. ഇതിനിടയിൽ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി നടത്തിവരുന്ന 8 ദിവസമായി നടത്തിവരുന്ന കോഴിക്കോടിലെ നിരാഹാര സമരം
അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിൻവലിച്ച കാര്യവും ദീപിക ഈ വാർത്തയ്ക്കൊപ്പം തരുന്നു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 8 ദിവസമായി തുടർന്നു വന്ന നിരാഹാര സമരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിൻവലിച്ചു എന്ന വാർത്ത തരികയും അതുകൊണ്ടും തീർന്നില്ല. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരിയുടെ പ്രസ്താവന, CBCI പ്രസിഡന്റ് മാർ ക്ലിമ്മീസ് ബാവയുടെ പ്രസ്താവന, ഇതൊക്കെ സവിസ്തരമായി ഇന്ന് ദീപിക തരുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഉന്നതതല യോഗം ഇന്ന് നടക്കുമ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി UDFൽ പുകയുന്ന ഈ അന്തർഗതങ്ങൾ അല്ലെങ്കിൽ ആന്തരിക വൈരുദ്ധ്യങ്ങൾ വെളിവാക്കപ്പെടുന്നു ദീപികയുടെ ഈ വാർത്തകളിലൂടെ. അതും അധികം വൈകാതെ തന്നെ ഈ ദിവസം എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതേ സംബന്ധിച്ച കല്ലും നെല്ലും തിരിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് കേരള കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതി യോഗത്തിനൊപ്പം തന്നെ KCBCയുടെ യോഗവും ഇന്ന് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കസ്തൂരിരംഗൻ എന്ന പ്രമുഖ പ്രമേയത്തിൽ ധ്രുവീകൃതമായിരിക്കുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഓഫീസ് മെമ്മോയൊന്നും പോരാ, കരട് വിജ്ഞാപനം എന്നു വരും എന്ന് ഉറപ്പിച്ച് പറയേണ്ടതുണ്ട്. മാതൃഭൂമിയുടെ 1-ാം പേജ് നോക്കുക. കേരള കോൺഗ്രസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കലാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അതാണ്. കേരള കോൺഗ്രസിൽ കലാപം ജോസഫും കൂട്ടരും ഇടയുന്നു. മംഗളമാകട്ടെ, കാര്യങ്ങൾ പേശൽ വരെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാതൃഭൂമി പറയുന്നത് ജോസഫും കൂട്ടരും ഇടയുന്നു. കേരള കോൺഗ്രസിൽ കലാപം. PJ ജോസഫ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ഫ്രാൻസിസ് ജോർജ് ഹൈറേഞ്ച് സമിതിയുടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത, വേണ്ടി വന്നാൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച് കളയും എന്നുവരെ അവർ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിന് അതിനുള്ള സാധ്യതയുണ്ട് എന്നുവരെ നിരീക്ഷിക്കുന്നു മാതൃഭൂമി. വിശദാംശങ്ങൾ ഇപ്രകാരം. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള സംഭവവികാസങ്ങൾ കേരള കോൺഗ്രസിനെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നു. PJ ജോസഫും അദ്ദേഹത്തോട് ഒപ്പമുള്ളവരുമാണ് ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന എതിർപ്പ് KM മാണിയെയും വിഷമവൃത്തത്തിലാക്കി മന്ത്രിസ്ഥാനമടക്കം രാജിവെക്കണമെന്ന നിലപാടാണ് ജോസഫ് ഗ്രൂപ്പ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ ഓഫീസ് മെമ്മോറാണ്ടത്തിൻ്റെ തുടർച്ചയായി വിജ്ഞാപനം ഇറങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതിനാൽ അതുവരെ കാക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. ഏത് വിഭാഗത്തിന് മുൻകൈ കിട്ടും എന്നത് ഇന്ന് നടക്കുന്ന ഉന്നതാധികാര സമിതിയുടെ ചർച്ചയിൽ തീരുമാനിക്കപ്പെടും. ഏത് വിഭാഗത്തിനാണ് മുൻകൈ കിട്ടുന്നത് എന്നതിനെ ആസ്പദിച്ചായിരിക്കും UDF മന്ത്രിസഭയുടെ ഭാവി എന്നാണ് പത്രലോകം ഇന്ന് എല്ലാ പത്രങ്ങളും, മനോരമയും മാതൃഭൂമിയും അടക്കം എല്ലാ പത്രങ്ങളും ഇന്ന് നിരീക്ഷിക്കുന്നത്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത ഒരു തീരുമാനം ഇന്ന് വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി നമുക്ക് തരുന്നു. EFL ഭേദഗതി, അതേ സംബന്ധിച്ച ഒരു നിലപാട്, മാറിയ നിലപാടാണ് സർക്കാരിൻ്റെ. മാറിയ നിലപാട് കാണുക. 2 ഹെക്ടർ വരെ ഭൂമി തിരിച്ചു നൽകും. നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥ. വനസംരക്ഷണവുമായി ബന്ധിപ്പിച്ചാണ് EFL ഭൂമിക്ക്, EFL ആയിരിക്കുന്ന ഭൂമിക്ക് ഇക്കോളജിക്കലി ഫ്രജൈൽ, പരിസ്ഥിതി ലോലമായിരിക്കുന്ന ഭൂമി ഒരു നഷ്ടപരിഹാരവും കൊടുക്കാതെ ആരുടേതാണെങ്കിലും ഏറ്റെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട് എന്ന നിയമം ഉപയോഗിച്ച് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ കേരളത്തിൻ്റെ നിലപാട് 2 ഹെക്ടർ വരെ ഭൂമി തിരിച്ചു നൽകണം സാധാരണ കൃഷിക്കാർക്ക്. ഇനി തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് വിചാരിക്കുക. വനവൽക്കരണവുമായി ബന്ധിപ്പിച്ച് ആ ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം എന്നുകൂടി കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. നിലവിലുള്ള പരിസ്ഥിതി ദുർബല പ്രദേശ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചതായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതനുസരിച്ച് പരിസ്ഥിതി ദുർബല പ്രദേശമായി ഏറ്റെടുത്ത 2 ഹെക്ടറിൽ താഴെയുള്ള ഭൂമി ഉടമയ്ക്ക് തിരിച്ചു നൽകും. എന്നാൽ ആ ഭൂമി വനസംരക്ഷണത്തിന് അനിവാര്യമാണെന്ന് കണ്ടാൽ പകരം ഭൂമി നൽകണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണം എന്ന നിലയ്ക്ക് അതേ സംബന്ധിച്ച നിലപാട് തറ കേരളം മാറ്റിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കേജ്രിവാളിനെ അയോഗ്യനാക്കുന്നെങ്കിൽ അധിക ചിലവാണ് അതിന് കാരണമെന്ന നിരീക്ഷണവും മനോരമ നടത്തിയിരിക്കുന്നു. കാണുക. അധിക ചെലവ് കേജ്രിവാളിനെ അയോഗ്യനാക്കിയേക്കും. JNK ഉണ്ണുണ്ണിയാണ് ആ പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് എത്തിക്കുന്നത്. അതിങ്ങനെ. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കേജ്രിവാൾ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിധിയിലധികം തുക ചിലവഴിച്ചതായി ദില്ലി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിജയ് ദേവ് പറഞ്ഞു. അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു.
14 ലക്ഷം രൂപയാണ് പരിധി. കേജ്രിവാൾ 21 ലക്ഷത്തോളം രൂപ ചിലവാക്കിയതായാണ് കണക്കെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യനായേക്കാം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ആം ആദ്മി പാർട്ടിക്കാർക്ക് അടി നൽകിയത് BJPക്കാരാണ്. ദില്ലിയിലും അഹമ്മദാബാദിലുമായാണ് ഈ സംഭവ പരമ്പരകൾ അരങ്ങേറിയത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ തന്നെ ഇത്തരം സംഭവഗതികളും ആരംഭിച്ചു തുടങ്ങി. മംഗളത്തിൻ്റെ പൊതുവൃത്താന്തം പേജ് കാണുക. 2014 പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ഗുജറാത്ത് പോലീസ് കേജ്രിവാളിനെ കസ്റ്റഡിയിലെടുത്തു. ഗുജറാത്ത് പോലീസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗുജറാത്തിലെത്തിയ ആം ആദ്മി നേതാവ് അരവിന്ദ് കേജ്രിവാളിനെ ഇന്നലെ രതൻപൂരിൽ കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് വിട്ടയച്ചു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ റോഡ് ഷോയ്ക്ക് അനുമതി നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേജ്രിവാളിൻ്റെ വാഹന വ്യൂഹം തടഞ്ഞ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയും BJP പ്രവർത്തകർ പൊതുവെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ തല്ലുകയും ചെയ്തതിൻ്റെ ദൃശ്യം ഇന്ന് മലയാള മനോരമ 1-ാം പേജിൽ തന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മുന്നണി ബന്ധം എങ്ങനെയായിരിക്കും? നാം ഇതുവരെ മനസ്സിലാക്കുന്ന പോലെയാണെങ്കിൽ AIADMK പാർട്ടിയും അതുപോലെ CPIയും CPMും ചേർന്ന ഒരു മുന്നണിയാണ് അവിടെ മത്സരിക്കാൻ ഉണ്ടായിരുന്നത്. ആ മുന്നണി ബന്ധത്തിൽ 40 സീറ്റുകളിൽ CPMന് 3, CPIക്ക് 3, അങ്ങനെ 6 സീറ്റ് പോയി. ബാക്കി 34 സീറ്റ് AIADMK അവരാണ് മത്സരിക്കുക എന്ന നിലയ്ക്കായിരുന്നു ഇതുവരെ ധാരണയെങ്കിൽ ആ ധാരണയ്ക്കൊരു കോട്ടം വന്നിരിക്കുന്നു. ഹിന്ദു എന്ന പത്രത്തിൻ്റെ 1-ാം പേജിലെ 2-ാം വാർത്ത കാണുക. AIADMK ലെഫ്റ്റ് അലയൻസ് കൊളാപ്സസ് ഇൻ തമിഴ്നാട്. ആ മുന്നണി തകരുകയാണ്. 40 സീറ്റിലും AIADMK മത്സരിക്കാൻ പോകുന്നു. മത്സരിച്ചാൽ ഒരുപക്ഷെ അവർ തൂത്തുവാരി കൂടായികയില്ല. മുന്നണി നിലനിർത്താം എന്ന ആഗ്രഹം അവർക്കുണ്ട്. നിലനിർത്തുമ്പോൾ CPIക്കും CPMനും 3-3 എന്ന നിലയ്ക്കുള്ള പഴയ വീതം ഉണ്ടാകില്ല. മറിച്ച് 1 സീറ്റ് വീതം നൽകാം എന്ന് പറയുകയും CPM CPI അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ AIADMK മുന്നണി തകരുന്നു. 40 സീറ്റിലും ജയലളിത മത്സരിക്കാൻ പോകുന്നു. അവരുടെ പാർട്ടി മത്സരിക്കാൻ പോകുന്നു. അത്തരം ധാരാളം സീറ്റ് തൂത്തുവാരിക്കൊണ്ട് ദില്ലിയിലേക്ക് പ്രധാനമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ട് സഞ്ചരിക്കാനാണ് ജയലളിത തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഹിന്ദുവിൻ്റെ ഈ 1-ാം പുറ വാർത്ത നമ്മോട് പറയുന്നു. രാജ്യം 16-ാം ലോകസഭയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരുക്കങ്ങൾ ആരംഭിക്കുമ്പോൾ നാം പിന്നിട്ട 15-ാം ലോകസഭയുടെ ചിത്രം ഒന്ന് മറിച്ചു നോക്കുന്നു. ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ലേഖനത്തിലൂടെ MK അജിത് കുമാർ പിന്നിട്ട 15-ാം ലോക്സഭയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഏറ്റവും അധികം നാണം കെടേണ്ട ഒരു ലോക്സഭാ സമ്മേളനമായിരുന്നു 15-ാമത് ലോക്സഭാ സമ്മേളനം എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്ന ലേഖനം മാതൃഭൂമി തരുമ്പോൾ മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ആ ലേഖനം നമുക്ക് ഇപ്രകാരം വായിക്കാം. ജനങ്ങളെ ഇത്രമേൽ നാണിപ്പിക്കുകയും രോഷാകുലരാക്കുകയും ചെയ്ത ലോക്സഭ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ കണ്ണും കാതും ശബ്ദവുമാവേണ്ട ഭരണഘടനാ സംവിധാനമാണ് പാർലമെൻറ്റ്. ഈ സംവിധാനത്തിലുള്ള വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിലായിരുന്നു 15-ാം ലോക്സഭയുടെ പ്രവർത്തനം. ഇതുവരെ കണ്ടില്ലാത്ത വൻ ബഹളത്തിനിടയിൽ തെലങ്കാന ബിൽ പാസാക്കുമ്പോൾ സഭാ നടപടികളുടെ തത്സമയ സംപ്രേഷണം നിർത്തിവെക്കേണ്ട ഗതികേട് പോലും 15-ാം ലോക്സഭയ്ക്കുണ്ടായി. അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് MK അജിത് കുമാറിൻ്റെ ഈ ലേഖനത്തിൻ്റെ ആസന്ന പ്രേരണയെന്ന് തോന്നുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഉക്രൈനിൽ റഷ്യയുടെ ആക്രമണ ഭീഷണിയും അമേരിക്കയുടെ നയതന്ത്ര ഭീഷണിയും ഒന്നിച്ച് നിലനിൽക്കുന്നു. ആര് ജയിക്കും, ആര് തോൽക്കും, ഒരു വെടിനിർത്തൽ സാധ്യമാണോ എന്നൊക്കെ ലോകം ഉറ്റുനോക്കുമ്പോൾ നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം. ഉക്രൈനെതിരെ ഭീഷണി പുറപ്പെടുവിക്കുന്ന റഷ്യൻ കരടിയാണ് നാം കാർട്ടൂണിൽ കാണുന്നത്. ആ കരടിയെ നോക്കി ഒബാമ നാറ്റോയോട് പഴയ ശീതകാല യുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കമൻറ്റ് പറയുന്ന കേശവ് കാർട്ടൂൺ ഹിന്ദുവിൽ ഇന്നുണ്ട്. ഇനി ഇന്നത്തെ ചിത്രം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഇനി ജനപ്രതിനിധികൾക്ക് കൂച്ചുവിലങ്ങ്, അവർക്കൊന്നും ചെയ്യാൻ ആകില്ല. ഈ ചിത്രം ഇത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ്. പുതിയതായി ആരംഭിച്ച നിസാമുദ്ദീൻ എക്സ്പ്രസ്സിനെ പച്ചക്കൊടി കാട്ടി ആദ്യ ഓട്ടം ഉദ്ഘാടനം ചെയ്യാൻ ജനപ്രതിനിധികൾക്കാവില്ലാത്ത സാഹചര്യത്തിൽ അതിനുവേണ്ടി സ്റ്റേഷനിലെ ക്ലാസ് 4 ജീവനക്കാർ
നിയോഗിക്കപ്പെട്ടപ്പോൾ അവർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചിത്രം ഇന്ന് മാധ്യമം തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.